മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വൈസ് ചാൻസലർ പറയുന്ന ആ വാചകം വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നു, വൈസ് ചാൻസലറാണ് എല്ലാത്തിൻ്റെയും അധികാരി, വൈസ് ചാൻസലറാണ് എല്ലാത്തിൻ്റെയും അധികാരി. അതിന് ഓരോ സംവിധാനത്തിനും അവരവരുടേതായ ചുമതലകളുണ്ട്. ആ ചുമതലകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ അക്കാദമികമായ ഗുണമേന്മയെ സംബന്ധിച്ചാണ്, നമ്മുടെ സർവകലാശാലകളുടെ മുന്നേറ്റത്തെ സംബന്ധിച്ചാണ്. അതിന് ഏറ്റവും നല്ല രീതിയിൽ ഗ്രൗണ്ട് ഒരുക്കിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് നിൽക്കുന്നത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഞാൻ ഈ പറഞ്ഞതിനെ നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് പോകൂ, സർവകലാശാലകളിലേക്ക് പോകൂ, അവിടെ അന്വേഷണം നടത്തൂ. തീർച്ചയായും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള എല്ലാ സാക്ഷ്യപത്രങ്ങളും ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം അവർ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർവകലാശാല ബില്ലും നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലും ഒക്കെ തന്നെ അദ്ദേഹം പിടിച്ചു വച്ചിരിക്കുകയാണ് ചാൻസലർ. അതുമായി ബന്ധപ്പെട്ട് വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട്, ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ നൽകുന്നില്ല തിരിച്ച് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സംബന്ധിയായിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അവരുടെ തന്നെ മുതിർന്ന നേതാക്കന്മാർ നിങ്ങൾ സമരം ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു കടമയുണ്ടല്ലോ ചെയ്യേണ്ടത്. അവർക്ക് കുട്ടികളല്ലേ, കുട്ടികളെ സമരമൊക്കെ ചെയ്യും. വസ്തുതകൾ മനസ്സിലാക്കിയാൽ സമരത്തിന് വരാൻ ആളുണ്ടാവില്ല എന്ന് വെളിപ്പെടുന്ന ഒരു സമരം തന്നെയായിരുന്നു അത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആർ ബിന്ദു. ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പീൽ തള്ളിയിരിക്കുന്നു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധ നടപടി കോടതി തള്ളുകയാണ് ഉണ്ടായത്. സർക്കാർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണെന്ന് കോടതി വിധി തെളിയിക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്.